നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു കണ്ണങ്കര. പ്രധാന വാർത്തകൾ. ആറന്മുള വിമാനത്താവളം സംബന്ധിച്ച് മുഴുവൻ രേഖകളും ഹാജരാക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം. തത്വത്തിൽ മാത്രമാണ് അംഗീകാരമെന്ന് കേരള സർക്കാർ. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലെ കൊലപാതകം സംബന്ധിച്ചുള്ള അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. റാന്നി ഹിന്ദുമത മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ആചാര്യ അനുസ്മരണ സമ്മേളനം നടന്നു. DCC പ്രസിഡന്റ് മോഹൻ രാജ് നയിക്കുന്ന വികസന സന്ദേശ യാത്രയ്ക്ക് റാന്നിയിൽ വരവേൽപ്പ് നൽകി. വാർത്തകൾ വിശദമായി. ആറന്മുള വിമാനത്താവളം സംബന്ധിച്ച് മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. തത്വത്തിൽ മാത്രമാണ് പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണോ തത്വത്തിൽ അംഗീകാരം നൽകാനുള്ള തീരുമാനം എടുത്തതെന്ന് കോടതി ആരാഞ്ഞു. സർക്കാർ ഭൂമി സർക്കാർ നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ വിമാനത്താവളം പണിയുമ്പോൾ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കയ്യിൽ ഉണ്ടാവേണ്ടതല്ലേ എന്നും കോടതി ചോദിച്ചു. മാർച്ച് 10 മുമ്പ് രേഖകൾ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം ആറന്മുള വിമാനത്താവള പദ്ധതി സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച ചെയ്ത് വ്യക്തത വരുത്തണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. UDFന്റെ നിലപാട് അനുസരിച്ചാണ് ഇതുവരെ നിലപാടുകൾ എടുത്തത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം മുൻ നിലപാടിൽ നിന്നും മാറ്റമില്ലെന്ന് ആന്റണി MPയും K ശിവദാസൻ നായർ MLAയും പറഞ്ഞു. നിലപാട് KPCC പ്രസിഡന്റിനെ അറിയിക്കുമെന്നും ഇരുവരും പറഞ്ഞു. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ സ്ത്രീ കൊല്ലപ്പെട്ട കേസിലെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. IG ഗോപിനാഥ് വാടകയ്ക്കെടുത്ത ആളെ പോലെയാണ് പെരുമാറുന്നതെന്നും അന്വേഷണം വനിതാ IGയെ ഏൽപ്പിക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. കേരള രക്ഷാ മാർച്ചിനിടെ രാവിലെ 9:30യോടെയാണ് നേതാക്കൾക്കൊപ്പം പിണറായി ഇവരുടെ വീട്ടിലെത്തിയത്. കുറ്റക്കാരെ കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം രാധയുടെ സഹോദരൻ ഭാസ്കരൻ പിണറായിക്ക് കൈമാറി. ഇപ്പോൾ പ്രതികളായ 2 പേർ മാത്രമാകില്ലേ കൊലപാതകത്തിനു പിന്നിൽ? അത് ഈ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ ഏതു സഹായവും CPMൽ നിന്നും രാധയുടെ കുടുംബത്തിന് ഉണ്ടാകുമെന്നും പിണറായി പറഞ്ഞു. CPM നേതാക്കളായ PK ശ്രീമതി, EP ജയരാജൻ, എളമരം കരീം, AK ബാലൻ എന്നിവരും പിണറായിക്ക് ഒപ്പമുണ്ടായിരുന്നു. റാന്നി മാമുക്കിൽ ബസും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. പഴവങ്ങാടി ചേത്തയ്ക്കൽ ജയശ്രീ വിലാസത്തിൽ KP രാജീവ് കുമാറിന്റെയും രാജശ്രീയുടെ മകളും റാന്നി MSHSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ R സേതുലക്ഷ്മിയാണ് മരിച്ചത്. ഭൗതിക ശരീരം ശനിയാഴ്ച രാവിലെ 9:30 സ്കൂൾ അങ്കണത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും. ഈ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി പൃഥ്വിരാജ് ഏക സഹോദരനാണ്. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. റാന്നി ഹിന്ദുമത മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ആചാര്യാനുസ്മരണ സമ്മേളനം നടന്നു. സൂര്യകാലടി മന ജയസൂര്യൻ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ ആചാരത്തിന്റെ ഭാഗം മാത്രമല്ലെന്നും അത് നമ്മുടെ ആചാര്യ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണെന്നും സൂര്യകാലടി മന ജയൻ സൂര്യൻ ഭട്ടതിരിപ്പാട് അഭിപ്രായപ്പെട്ടു. റാന്നി ഹിന്ദുമത മഹാസമ്മേളനത്തിന്റെ 6ാം ദിവസം വെള്ളിയാഴ്ച നടന്ന ആചാര്യ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയൻ സൂര്യൻ ഭട്ടതിരി. ജനന മരണങ്ങൾ ഒഴികെയുള്ള എല്ലാ സംസ്കാരങ്ങളും ക്ഷേത്രത്തോട് അനുബന്ധിച്ചാണ് നടന്നു വന്നത്. അവിടെ വിദ്യാഭ്യാസം, ആതുര സേവനം, സാമൂഹ്യ സേവനം എന്നിവയെല്ലാം ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2500 വർഷങ്ങളെ ക്ഷേത്ര സംസ്കാരം ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു യജ്ഞ സംസ്കാരത്തിലായിരുന്നു നമ്മുടെയൊക്കെ ആന്ധ്രയിലായിരുന്നു അത് കൂടുതൽ നടന്നിരുന്നത്. ഇപ്പോഴേ
പ്രസാദം വാങ്ങിക്കാനും നമ്മുടെ ഒരു പരിഹാരം ഉണ്ടാക്കാനും വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഭാഗമായിട്ട് മാറ്റിയിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ. ശരിക്കും അതല്ല. നമ്മുടെ ഹൈന്ദവരുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമായിരുന്നു ക്ഷേത്രം. അതില് ജനന സംസ്കാരവും മരണ സംസ്കാരവും അന്ത്യേഷ്ടിയും ഒഴിച്ചിട്ടുള്ള എല്ലാ സംസ്കാരാദികളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ പോയിരുന്നത്. അതിലേക്കുള്ള തിരിച്ചുവരവ് വളരെ അത്യാവശ്യമാണ്. അത്തരമൊരു സംസ്കാരത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു കലാശാല അധ്യക്ഷനായിരുന്നു. നമ്മുടെ നവോത്ഥാന നായകരാണ് ഗുരുസ്ഥാനീയരെന്ന് കലാശാല ബാബു പറഞ്ഞു. നവോത്ഥാന ഗുരുസ്ഥാനത്ത് രാജാ റാം മോഹൻ റായ് ആണെങ്കിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഗുരുവായിട്ടുള്ളത് സ്വാമി വിവേകാനന്ദനാണ്. ആത്മീയത കച്ചവടമായി മാറുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥ ആത്മീയത എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോകണമെന്നും കലാശാല ബാബു പറഞ്ഞു. നവോത്ഥാന നായകന്മാർ എക്കാലത്തും ഗുരുസ്ഥാനത്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ഇപ്പൊ ഭാരതത്തിൽ ഒരു നവോത്ഥാനത്തിന്റെ ഒരു പിതാവ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റായ് ആണ് നമുക്കറിയാം. സതി എന്ന് പറയുന്ന അനാചാരത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. നമ്മുടെ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും നവോത്ഥാന പോരാട്ടങ്ങൾക്കും ഊർജമുണ്ടാകുന്നത്, ആവേശമുണ്ടാകുന്നത് VN സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. NS രാമചന്ദ്രൻ നായർ, ഇന്ദുലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ് റാന്നി. DCC പ്രസിഡന്റ് P മോഹനൻ രാജ് നയിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് റാന്നിയിൽ സ്വീകരണം നൽകി. അങ്ങാടി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ DCC പ്രസിഡന്റ് P മോഹൻരാജ് നയിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് അങ്ങാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേന്ദ്ര ഗവൺമെന്റ് വികസനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാൻ UPA സർക്കാരിന് തുടർച്ചയുണ്ടാകണമെന്ന് മറുപടി പ്രസംഗത്തിൽ DCC പ്രസിഡന്റ് വ്യക്തമാക്കി. നമുക്ക് കഴിക്കാൻ ആഹാരമുണ്ടായിരുന്നില്ല, നമുക്ക് കഴിക്കാൻ മരുന്നുണ്ടായിരുന്നില്ല. രാജ്യത്ത് പട്ടിണി വ്യാപകമാണ്. രാജ്യത്ത് മരുന്നില്ലാതെ മഹാമാരികൾ പടർന്നു പിടിച്ചു. പ്ലേഗും കോളറയും മലങ്കരയും ഉൾപ്പെടുന്നു. നമ്മൾ ലോകത്തിന്റെ മുന്നിൽ കൈനീട്ടി നിന്നോ യാചിച്ചു നിന്നോ നമ്മളെ സഹായിക്കാൻ ആരുണ്ടായിരുന്നില്ല. അമേരിക്കയുടെയും റഷ്യയുടെയും കപ്പലുകൾ നമ്മുടെ സമൂഹങ്ങളിൽ അടുക്കുന്നുണ്ടോ എന്ന് നോക്കി നിന്ന് നാളുകളുണ്ട് ആഹാരം കഴിക്കുന്നു. ചൈനീസ് യുദ്ധകാലത്ത് ചൈനയുടെ പട്ടാളത്തിന് മുന്നിൽ പ്രതിരോധ സന്നാഹങ്ങളില്ലാതെ അന്താളിച്ച് നിന്ന ഇന്ത്യയുടെ പട്ടാളത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തമായി ഒരു മുട്ടുസൂചി പോലും ഉത്പാദിപ്പിക്കാൻ കഴിവില്ലാത്ത രാജ്യമെന്ന ഖ്യാതി വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കേട്ടു. പക്ഷേ ഇന്ന് ഈ വികസന യാത്രയുമായി ഞങ്ങൾ കടന്നു വരുമ്പോൾ ആത്മാഭിമാനത്തോടു കൂടി ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മഹാരാജ്യത്തിന് ഇന്നത് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്താൻ തന്റെ ഇടമുള്ള ഒരു ലോക രാജ്യം നിന്നുണ്ടോ? മണ്ഡലം പ്രസിഡന്റ് TC തോമസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA മാലേത്ത് സർലാദേവി, DCC ജനറൽ സെക്രട്ടറിമാരായ ബാബു ജോർജ്, അഡ്വക്കേറ്റ് K ജയവർമ്മ, KPCC സെക്രട്ടറി മറിയാമ്മ ചെറിയൻ, എഴുമറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അന്നപൂർണ ദേവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മേഴ്സി പാണ്ഡ്യത്ത്, ഷേർലി ജോർജ്, വൈസ് പ്രസിഡന്റ് B സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഓമന വടക്കത്ര, സിന്ധു ഗോപാലൻ, ശോശമ്മ സോണി, ജേക്കബ് കരിങ്കുറ്റി, ജോളി ബാബു എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി ന്യൂസ് റാന്നി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ മാടമൺ, കാക്കാട്, മാമ്പാറ വാർഡുകളിൽ ഏർപ്പെടുത്തിയ എല്ലാവർക്കും കുടിവെള്ളം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 22-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4:30 പൂവത്തുംമൂട് ജംഗ്ഷനിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. മുൻ പ്രസിഡന്റ് ബാബു ജോർജ് മുഖ്യാതിഥി ആയിരിക്കും. ഇടവേള.
60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. വിമുക്ത ഭടന് പോലീസിന്റെ വക ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റ് അവശനായതിനെ തുടർന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് വിമുക്ത ഭടൻ. തടിയൂർ കാവുമുക്തിയിൽ പുറമ്പാറത്തടത്തിൽ രാജു എന്ന ആളിനാണ് പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. രാജുവിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളടക്കമുള്ളവർ റോഡ് ഉപരോധിക്കുകയും പോലീസ് വാഹനങ്ങൾ തടഞ്ഞിടുകയും ചെയ്തു. വിമുക്ത ഭടനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ റോഡ് ഉപരോധിക്കുകയും പോലീസ് വാഹനങ്ങൾ തടഞ്ഞിടുകയും ചെയ്തു. തടിയൂർ കാവുമുക്കിനായിരുന്നു രാവിലെ 11 മണിയോടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തടിയൂർ പുറമ്പാറത്തടത്തിൽ രാജു എന്ന വിമുക്ത ഭടനെയാണ് കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്ത് മൃഗീയമായി തല്ലിച്ചതച്ചത്. രാജു കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. കേരള വികലാംഗ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വാഹന പ്രചരണ ജാഥ തടസ്സപ്പെടുത്തുമെന്ന് രാജു ഭീഷണി മുഴക്കിയെന്നുള്ള വിവരം കോയിപ്പുറം പോലീസിൽ ആരോ അറിയിച്ചതിനെ തുടർന്നെത്തിയ 4 അംഗ പോലീസ് സംഘമാണ് രാജുവിനെ കാവുമുക്കിലെ ഒരു കടയിൽ സാധനങ്ങൾ വാങ്ങി നിൽക്കവേ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത മാത്രയിൽ തന്നെ 2 പോലീസുകാർ ചേർന്ന് രാജുവിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തുടർന്ന് പോലീസ് ജീപ്പിലേക്ക് ഇയാളെ വലിച്ചിഴയ്ക്കുകയും ജീപ്പിനുള്ളിൽ വെച്ചും ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി എന്നും പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവായിരുന്നു. മിനിഞ്ഞാന്ന് ഈ വികലാംഗരുടെ ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിച്ച് ബാബുവിൻ്റെ വീടാണെന്ന് ചോദിച്ചപ്പോൾ ബാബുവിൻ്റെ വീടാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു നാളെ 12 മണിക്ക് മുന്നേ പൈസ കൊണ്ട് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പം ബാബുവിൻ്റെ ചേട്ടൻ രാജു പിള്ളേരെ കൊണ്ടുവരാൻ സ്കൂളിൽ പോയിരിക്കാൻ അങ്ങേര് വരുന്നതിന് മുന്നേ ബാബുവിനെ മുക്കിന് വെച്ച് കണ്ടപ്പോൾ അങ്ങേര് ബാബുവിനെ ഇടിക്കുക ഏതാണ്ടെല്ലാം ചെയ്ത് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയി. കാരണം തിരക്കിയതിന് നാട്ടുകാരുടെ നേരെയും പോലീസുകാർ അസഭ്യവർഷം ചുരുകയാണ് ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. ജാഥ തടസ്സപ്പെടുത്തുവാൻ ചെന്നു എന്ന കാരണമാണ് പിന്നീട് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത്. എന്നാൽ രാജുവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുമ്പോഴും വാഹനജാഥ റാന്നിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വികലാംഗ അസോസിയേഷന്റെ ഭാരവാഹികളും രാജുവിന്റെ അനുജൻ ബാബുവുമായി സംഭാവന കൂപ്പണുകളെ സംബന്ധിച്ചും പിരിഞ്ഞുകിട്ടിയ തുകകളെക്കുറിച്ചും തർക്കമുണ്ടായി. 2 ദിവസം മുമ്പ് ഈ തർക്കം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹരിച്ചതാണ്. ജന്മനാൽ തന്നെ അരഭാഗത്തിന് താഴെ ചലനശേഷിയില്ലാത്ത ആളാണ് ബാബു. പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഇയാളെ പണപ്പിരിവിനായി രസീത് ബുക്ക് ഏൽപ്പിച്ചതിനെ രാജു നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് കോയിപ്പുറം പോലീസിൽ കള്ളപ്പരാതി ഫോണിലൂടെ പറഞ്ഞ് രാജുവിനെ കസ്റ്റഡിയിലെടുപ്പിച്ചതെന്നും മർദ്ദനത്തിന് ഇരയാക്കിയതെന്നും കരുതപ്പെടുന്നുണ്ട്. രാജുവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച വാർത്തയറിഞ്ഞ് സ്ത്രീകളടക്കം നിരവധി പേർ കാവുമുക്കിലെത്തി. ഈ സമയം അതുവഴി വന്ന പോലീസ് ജീപ്പ് അവർ തടഞ്ഞിട്ടു. കസ്റ്റഡിയിലെടുത്ത രാജുവിനെ വിട്ടുകിട്ടാതെ പോലീസ് ജീപ്പിന് മുന്നിൽ നിന്നും മാറില്ലെന്ന നിലപാടോടെ അവർ റോഡ് ഉപരോധിച്ചു. തുടർന്ന് ആറന്മുള എസ് ഐ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി. ഉപരോധക്കാരുമായി എസ് ഐ വിനോദ് കുമാർ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ ഉപരോധ സമരം അവർ പിൻവലിക്കുകയാണ് ഉണ്ടായത്. രാജുവിനെ മർദ്ദിച്ചതിൽ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഇതിനോടകം തന്നെ നിരവധി ആൾക്കാർ പ്രതികരിച്ചു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപക അനധ്യാപകരെ ആദരിച്ചു. കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജിലെ അധ്യാപകരെയും വിരമിച്ച അധ്യാപകരെയും ആദരിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ശരത്ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ ഉന്നത ശ്രേണിയിലാകുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് ഇന്ന് റാന്നി കോളേജിന്റെ മുന്നിൽ അധ്യാപകർക്ക് ഉണ്ടാകുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ അധ്യാപകരെ കുറിച്ച് അഭിമാനത്തോടുകൂടി എവിടെയും പറയുവാൻ സാധിക്കുന്നു എന്നുള്ളത് ആ
ശിഷ്യ ബന്ധത്തിന്റെ മാക്സിമം കൾമിനേഷൻ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അധ്യാപകരെ കുറിച്ച് ഞാൻ ഇടപെടുന്നതോട് സംസാരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ അവരെ കുറിച്ച് അഭിമാനത്തോടുകൂടെ പറയുമ്പോൾ ഒരു വലിയ ആഗ്രഹം. കോളേജിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ആരംഭിക്കുന്ന സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് അധ്യാപകർ നൽകുന്ന ധനസഹായം കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത ഏറ്റുവാങ്ങി. കോളേജ് മാനേജർ ഷെവലിയർ പ്രൊഫസർ പ്രസാദ് ജോസഫ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു. എത്രമാത്രം ഉണ്ടാകുന്ന പ്രതിബന്ധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം കൂടുതൽ സംസ്ഥാനത്ത് നിന്ന് ബുദ്ധിമുട്ടിക്കുക ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ തിരുമേനിയുണ്ട്, കൂടാതെ കോളേജ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സരൾചന്ദ്രൻ സാറ് ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ KP ജോസഫ് എത്തിയിട്ടുണ്ട്. കോളേജ് ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി പ്രൊഫസർ KM ഉണ്ണിട്ടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം വി കുര്യാക്കോസ്, മേജർ MG വർഗീസ്, റവറൻ AP ജോസഫ് കോർ എപ്പിസ്കോപ്പ, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ സന്തോഷ് K തോമസ്, എബ്രഹാം മാത്യു വാഴിക്കൽ, പ്രൊഫസർ ബാബു ജോസഫ്, KP എബ്രഹാം, അന്നമ്മ ജേക്കബ്, ആലിച്ചനാറോന്നിൽ, MT എബ്രഹാം, തോമസ് K എബ്രഹാം എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വളരെ കൂടുതൽ അധ്യാപക സുഹൃത്തുക്കളുടെ വന്നിരിക്കുന്നു എന്ന് കാണുന്നത് അല്പം അസൂയോട് കാണുന്നത് ഞാൻ മടിക്കുന്നു. എന്തായാലും വളരെ വളരെ സന്തോഷം തോന്നുന്നത് പഴയകാല അധ്യാപകരെയും അതുപോലെ തന്നെ അനധ്യാപകരെയും വീണ്ടും കാണാൻ സാധിച്ചു എന്നത്. ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിന് ഒരു ഉപാധി എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇന്ന് ബന്ധങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സിറ്റി ന്യൂസ് റാന്നി. കാഞ്ഞിരത്താമല MSc LP സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ നടത്തി. രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. ചെത്തോങ്കര കാഞ്ഞിരത്താമല MSc LP സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാജു എബ്രഹാം MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അപൂർവം സ്കൂളുകൾ മാത്രം ഉണ്ടായ സന്ദർഭത്തിൽ ആദ്യ കാലഘട്ടത്തിൽ പിറവിയെടുത്ത സ്കൂളാണ് കാഞ്ഞിരത്താമല. ഇവിടെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് കുട്ടികൾ അവരുടെ അക്ഷരത്തിന്റെ പുതിയ ലോകത്തിലേക്ക് കാലെടുത്ത് കുത്താൻ, അതിന് വെളിച്ചം പാകിയ ഒരു സ്കൂളാണ്. ഇവിടുത്തെ മുൻ അധ്യാപകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടം മലയോര പ്രദേശങ്ങളിൽ പിറവിയെടുത്ത ഇത്തരം സ്കൂളുകളാണ്. പഴങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സോളി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലെ മുൻ അധ്യാപകരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ജോർജ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ജോർജ് ഫിലിപ്പ്, ഹെഡ്മാസ്റ്റർ മോൻസി മാത്യൂസ്, SCR സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ CJ ഈശോ, BRC ട്രെയിനർ ബിനു കെ സാം, മുൻ PTA പ്രസിഡന്റ് മാത്യൂസ് കാന്തപ്പള്ളി, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് VS സാറാമ, വിദ്യാർത്ഥി പ്രതിനിധി S ഗ്രീഷ്മ, ശാന്തമ്മ ബേബി, KS ഏലിയാം എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി ന്യൂസ് റാന്നി. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 00237 9447 65036.
വാർത്തകൾ തുടരുന്നു. കേരള വികലാംഗ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് റാന്നിയിൽ തുടക്കമായി. ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോഷൻ റോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള വികലാംഗ അസോസിയേഷന്റെ 33ാമത് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പെരുമ്പഴിയിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോഷൻ റോയ് മാത്യു ജാഥ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേരള വികലാംഗ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവശത അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് മനുഷ്യരായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ പ്രവർത്തനങ്ങൾക്കും കേരള വികലാംഗ അസോസിയേഷൻ ഉജ്ജ്വലമായ നേതൃത്വമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ സജീവമായി ഈ ജില്ലയിൽ കേരള വികലാംഗ അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒട്ടനവധി സന്തോഷമാണ് നൽകുന്നത്. ഗുഡ് സമരിറ്റൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ബെൻസി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ ക്യാപ്റ്റനും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ തോമസ് മാത്യു, ജില്ലാ സെക്രട്ടറി പി മധു, മേരിക്കുട്ടി വർഗീസ്, മാത്യൂസ് തോമസ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. അദ്ദേഹത്തെ എപ്പോൾ ഞാൻ വിളിച്ചാലും വികലാംഗരുടെ വിഷയങ്ങൾ ഇന്ന വിഷയമാണെന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് എന്നോട് ചോദിക്കാറുള്ളത്. അതിന് ഉദ്ഘാടന കർമ്മം നടന്നുവെങ്കിലും മറ്റ് ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോടും കേരള ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വാഹനജാഥ അല്പസമയം ഉള്ളിൽ ഇവിടെ നിന്ന് നീങ്ങുകയാണ്. 1995 പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാതെ വികലാംഗരെ മാറി മാറി വരുന്ന സർക്കാരുകൾ മാറ്റി നിർത്തിക്കൊണ്ട് വികലാംഗരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായി പോരാടുന്ന ഒരു സംഘടനയാണ് കേരള വികലാംഗ അസോസിയേഷൻ. വിവിധ യൂണിറ്റുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വാഹനജാഥ പെരുന്നാട്ടിൽ സമാപിച്ചു. സിറ്റി ന്യൂസ് റാന്നി. റാന്നി മർത്തോമ മെഡിക്കൽ മിഷൻ സെന്റർ 2014-17 വർഷത്തെ ചുമതലക്കാരുടെയും അംഗങ്ങളുടെയും നിയോഗ ശുശ്രൂഷ നടന്നു. അസോസിയേഷൻ രക്ഷാധികാരി അഭിവന്യ ഗീവർഗീസ് മാർ അത്താനിയാസിയോസ് എപ്പിസ്കോപ്പ നിയോഗ ശുശ്രൂഷ നടത്തി. റാന്നി മർത്തോമ മെഡിക്കൽ മിഷൻ സെന്ററിന്റെ 2014-17 വർഷക്കാലയളവിലെ ചുമതലക്കാരുടെയും ഗവേണിംഗ് ബോർഡ് അംഗങ്ങളുടെയും നിയോഗ ശുശ്രൂഷ നടന്നു. സംബന്ധിച്ച് ദൈവാശ്രയത്തോടെ ഉറപ്പായി വാഗ്ദത്തം ചെയ്യുന്നു. കർത്താവേശുശിഖ ഇതിനെ എന്നെ സഹായിക്കുമാറാകട്ടെ എന്ന ഉറപ്പ് റവറൻസ് ജോർജ് ചെലവഴിക്കുന്നു. 2014 ആണ്ട് ജനുവരി മാസം 26-ാം തീയതി കൂടി അടുത്ത 3 വർഷത്തേക്കുള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കേവറീസായ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ ഞാൻ പ്രവേശിക്കുന്ന സ്ഥാനത്തിനടുത്ത ചുമതലകൾ അടുത്ത 3 വർഷത്തേക്കുള്ള സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രകാശ് തോമസ് ആയ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ ഞാൻ പ്രവേശിക്കുന്ന സ്ഥാനത്തിനടുത്ത ചുമതലകൾ അസോസിയേഷന്റെ ലക്ഷ്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും വിധേയമായി അതിന്റെ ഭരണഘടനയും റൂളും അനുസരിച്ച് വിശ്വസ്തയോടുകൂടി നിർവഹിച്ചു കൊള്ളാമെന്ന് സംബന്ധിച്ച് അടുത്ത 3 വർഷത്തേക്കുള്ള സ്ഥാനത്തേക്ക് ഷാജി തോമസ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ ഞാൻ പ്രവേശിക്കുന്ന സ്ഥാനത്തിനടുത്തുള്ള ചുമതലകൾ അസോസിയേഷന്റെ ലക്ഷ്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും വിധേയമായി അതിന്റെ ഭരണഘടനയും റൂളുകളും അനുസരിച്ച് 3 വർഷത്തേക്കുള്ള ചുമതലക്കാരെ തിരഞ്ഞെടുക്കുന്ന ഉപയോഗം 2014 ആണ്ട് ജനുവരി മാസം 26-ാം തീയതി കൂടി അടുത്ത 3 വർഷത്തേക്കുള്ള വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ആശുപത്രി ചാപ്പലിൽ നടന്ന നിയോഗ ശുശ്രൂഷയ്ക്ക് അസോസിയേഷൻ രക്ഷാധികാരി അഭിബന്ധ ഗീവറീസ് മാർ അത്താനാസിയോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിഹാരം കിടക്കയിൽ വിശ്രാന്തരായ കിടക്കുന്ന സഹായം അവരോട് മോശമായി പെരുമാറാൻ അവിടുത്തെ രീതി നമുക്ക് ഓരോ ദേശം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓരോ ദേശത്തിനും അതിൻ്റെതായ കാഴ്ച നടത്ത രീതി ഒന്നാണ് സംസ്കാരം. ഓരോ വീടിനും ചില വീടുകളുടെ
റവറൻ സി ജേക്കബ് ജോർജ് ചെറുവാഴക്കുന്നേൽ പ്രസിഡന്റും KA വരീസ് കരിങ്കുറ്റിത്തടത്തിൽ വൈസ് പ്രസിഡന്റും പ്രകാശ് തോമസ് സെലിമുള്ളമാങ്കൽ സെക്രട്ടറിയും ഷാജി തോമസ് പനവേലി ട്രഷററായും കൂടാതെ 17 അംഗ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളുമാണ് സ്ഥാനമേറ്റത്. റാന്നിയിലെ മാർത്തോമാക്കാരുടെ എണ്ണവും വളർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെയായി ഈ ആശുപത്രിയുടെ വളർച്ചയെ കണക്ക് കൂട്ടുമ്പോൾ ഇത് മതിയായിരുന്നോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കും. റാന്നിയിലെ ആതുര ശുശ്രൂഷ രംഗത്ത് ആവശ്യമായ സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന നാളുകളിൽ 1976 ഇത് ആരംഭിച്ചത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടം വളരെയധികം ആതുര ശുശ്രൂഷ രംഗത്ത് പുരോഗതി പ്രാപിച്ച സമയമാണ്. എങ്കിലും കൂടുതൽ ഊർജ്ജസ്വലതയോടും അഭിവൃദ്ധിയോടും കൂടി വളരുന്നതിന് നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിക്കേണ്ടിയിരിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കർഷക മാർച്ച് സംഘടിപ്പിക്കും. ഇതിൽ ജില്ലയിൽ നിന്നുള്ള കർഷക കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റബ്ബർ ഇറക്കുമതി നിരോധിക്കുക, കസ്തൂരി രംഗ റിപ്പോർട്ട് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മാസം 25-ന് തൊടുപുഴയിൽ കർഷക മാർച്ച് സംഘടിപ്പിക്കും. ഇതിൽ ജില്ലയിൽ നിന്നുള്ള കേരള കോൺഗ്രസിന്റെയും കർഷക കോൺഗ്രസിന്റെയും പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തോമസ് കണ്ണങ്കര, കേരള കോൺഗ്രസ് നേതാക്കളായ MC രാമചന്ദ്രൻ, PT പുന്നൂസ്, ബാബു തേക്കാട്ടിൽ, ബേബി വടക്കേമണ്ണിൽ എന്നിവർ അറിയിച്ചു. കർഷകരോട് പ്രതിനിധിയുള്ള കേരള കോൺഗ്രസ് പാർട്ടിയും അതിന്റെ ചെയർമാൻ PC തോമസും ഇന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപും പല കാർഷിക പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ചെയർമാൻ മാത്രമാണ് കോടതികളിൽ പോയി അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് കാർഷിക സർവേയിൽ ഇവിടുത്തെ റബ്ബറും തേയിലയും അതുപോലെ തന്നെ ഏലവും കാർഷിക വിളകളല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർവേയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അതിനെതിരായിട്ടും കോടതിയിൽ പോയത് കേരള കോൺഗ്രസ് ചെയർമാൻ ശ്രീ PC തോമസ് മാത്രമാണ്. കേരള കോൺഗ്രസ് വളരെ ശക്തിയായിട്ട് കർഷകരുടെ പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് റബ്ബറിനുള്ള വിലയിടിവ്, ഇതിലൊക്കെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ 25-ാം തീയതി തൊടുപുഴ ഒരു വലിയ റാലി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റാലിയിൽ 10,000-കണക്കിന് ആളുകളെ സമ്മതിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണ് എന്നുള്ളതിൽ ഈ രാജ്യത്തെ ആളുകൾക്കറിയാം. സിറ്റി ന്യൂസ് റാന്നി. അയിരൂർ വെള്ളിയറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 26, 27 തീയതികളിൽ നടക്കും. തിരുവുത്സവം മാർച്ച് 3 മുതൽ 10 വരെ തീയതികളിൽ നടക്കും. മാർച്ച് 11-ന് പൊങ്കാല മഹോത്സവം, മാർച്ച് 13-ന് ആയില്യം പൂജ എന്നിവയും നടക്കും. ശിവരാത്രിയോടനുബന്ധിച്ച് ഫെബ്രുവരി 26, 27 തീയതികളിൽ ക്ഷേത്രനടയിൽ നിറപറ, അൻപൊലി സമർപ്പണം എന്നിവയും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറന്മുള വിമാനത്താവളം സംബന്ധിച്ച് മുഴുവൻ രേഖകളും ഹാജരാക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം. തത്വത്തിൽ മാത്രമാണ് അംഗീകാരമെന്ന് കേരള സർക്കാർ. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലെ കൊലപാതകം സംബന്ധിച്ചുള്ള അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. റാന്നി ഹിന്ദുമത മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ആചാര്യ അനുസ്മരണ സമ്മേളനം നടന്നു. DCC പ്രസിഡന്റ് മോഹൻ രാജ് നയിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് റാന്നിയിൽ വരവേൽപ്പ് നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.